സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർധനവ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം. 10 പൈസ മുതൽ 20 പൈസ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. 35 പൈസ വർദ്ധിപ്പിക്കണമെന്നാണ് KSEB റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, നമുക്കറിയാം പല ഭാഗങ്ങളിൽ നിന്നും ഈ വില വർധനവ് ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ വൈദ്യുതി നിരക്ക് കൂടി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നത്. ഇത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. മാത്രവുമല്ല, ഈ സമർ താരിഫ് പരിഗണിക്കുക എന്ന സർക്കാരിന്റെ ആവശ്യം ചിലപ്പോൾ പരിഗണിച്ചേക്കില്ല എന്നൊരു ഘട്ടം കൂടി എത്തി നിൽക്കുകയാണ്, അല്ലേ? ദേവിക, കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയും റെഗുലേറ്ററി കമ്മീഷനുമായിട്ടുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം അത് സാധിച്ചില്ല. റെഗുലേറ്ററി കമ്മീഷൻ പൊതു ഹിയറിംഗിന് ശേഷമുള്ള എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ KSEB ആവശ്യപ്പെട്ടിട്ടുള്ളത് 35% വർധനവാണ്. 35% നിരക്ക് വർധനവ് സാധ്യമാകില്ല എന്ന പൊതു ഹിയറിംഗിൽ ഉൾപ്പെടെ ഉയർന്നു വന്ന ഒരു ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ 10% മുതൽ 10 പൈസ മുതൽ 20 പൈസ വരെ വർധനവ് ഉണ്ടാവാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ 6% നിരക്ക് വർധനവാണ് KSEB ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ KSEB പ്രതിസന്ധിയായിട്ട്, അല്ലെങ്കിൽ KSEBയുടെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് സമ്മർ താരിഫാണ്. അതായത് വേനൽക്കാലത്ത് പുറത്തു നിന്നും ഏതാണ്ട് 500 മെഗാവാട്ടിലേറെ അധിക വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. കഴിഞ്ഞ വർഷങ്ങൾ, അതായത് 2020 മുമ്പുള്ള സാമ്പത്തിക വർഷങ്ങളിലൊക്കെ അത് ഏതാണ്ട് 4 പൈസയ്ക്ക് യൂണിറ്റിൽ 4 രൂപ അടിസ്ഥാനത്തിലാണ് വാങ്ങിയിരുന്നത്. പക്ഷേ ഇടയ്ക്കിടെയുള്ള കരാറുകൾ പുനഃസ്ഥാപിക്കാത്തതിലും കരാറുകളിൽ വരുന്ന വീഴ്ചയും അത് പല ഘട്ടങ്ങളിൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത് വീഴ്ച വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ 2022, 2023, 2024, 2025 സാമ്പത്തിക വർഷത്തിൽ അത് 6 രൂപയ്ക്കാണ് ഈ വൈദ്യുതി വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം KSEBയെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ധനവകുപ്പിനെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പുറത്തുനിന്ന് പഴയ കരാറുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുന്ന ഇനത്തിൽ അധിക താരിഫ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയാൽ മാത്രമേ നിലവിലെ സാമ്പത്തിക വർഷം, അതായത് 2025-26 സാമ്പത്തിക വർഷത്തിൽ KSEBയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ നിരക്ക് വർധനവ് ശുപാർശ ചെയ്തിട്ടുള്ളത്. 800 കോടിയിലധികം രൂപ ഇത്തരത്തിൽ അധികമായി കണ്ടെത്താൻ സാധിക്കുമെന്നും KSEB റെഗുലേറ്ററി കമ്മീഷൻ മുന്നാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 തരത്തിൽ വൈദ്യുതി ലഭ്യമാകുന്ന പദ്ധതികൾ കഴിഞ്ഞ വർഷം നടത്താനായിട്ട്, അല്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു. അത് കാറ്റാടി പാടങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ആണവ വൈദ്യുത നിലയങ്ങളിൽ നിന്നുമാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കാറ്റാടി പാടങ്ങൾ കുന്നിൻ മുകളിൽ മാത്രമേ സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ കാറ്റാടി യന്ത്രങ്ങൾ കുന്നിൻ മുകളിൽ മാത്രമേ സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ അവിടേക്കൊക്കെ ഇത്തരത്തിൽ യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നതിനും അതോടൊപ്പം തന്നെ ഈ സാമഗ്രികൾ കൊണ്ടുപോകുന്നതും ഒക്കെ വലിയ ശ്രമകരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വൈദ്യുതി സമാഹരിക്കാമെന്ന്, അല്ലെങ്കിൽ അത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പിന്നീടുള്ളത് ആണവ നിലയങ്ങളിൽ നിന്നാണ്. ആണവ നിലയങ്ങളിൽ നിന്നും പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജലവൈദ്യുത നിലയങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് KSEBക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ കഴിഞ്ഞ വർഷം, അതായത് ഈ സാമ്പത്തിക വർഷം തന്നെ ഏതാണ്ട് 2 തവണയാണ് ഇത്തരത്തിൽ വിവിധ താരിഫിനത്തിലും സ്ലാബിനത്തിലും വില വർധന ഉണ്ടായത്. 10 പൈസ 9 പൈസ നിരക്കിലാണ് ഇത്തരത്തിൽ വില വർധന ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 19 പൈസ ഇപ്പോൾ തന്നെ ഉപഭോക്താക്കൾ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ 10 പൈസയും 10 പൈസ മുതൽ 20 പൈസ വരെ വർധനവ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 38-39% വർധനവ് ഉപഭോക്താക്കൾ നൽകേണ്ടി വരും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിസന്ധിയായിട്ടൊരു കാര്യമാണ്. ദേവിക.